സമസ്തയിലെ തർക്കങ്ങൾ പരിഹരിക്കാൻ ഇരു വിഭാഗവുമായി ചർച്ച നടത്തി സമസ്ത നേതൃത്വം. സുന്നി മഹല്ല് ഫെഡറേഷൻ ഭാരവാഹികളെ തെരഞ്ഞെടുത്തത് സമസ്തയുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായെന്നാണ് ലീഗ് വിരുദ്ധരുടെ പരാതി. 100ാം വാർഷിക സമ്മേളനത്തിന്റെ സ്വാഗത സംഘത്തിൽ അംഗബലമില്ലെന്ന് ലീഗ് അനുകൂല വിഭാഗവും ഉന്നയിച്ചു. സമ്മേളനം പ്രതിസന്ധിയിലാകുമെന്ന് കണ്ടതോടെയാണ് ജിഫ്രി തങ്ങളുടെ അനുനയ നീക്കം. 100ാം വാർഷിക സമ്മേളനത്തിന്റെ സ്വാഗത സംഘം യോഗത്തിൽ നിന്ന് ലീഗ് അനുകൂല വിഭാഗം തുടർച്ചയായി വിട്ടുനിൽക്കുകയാണ്. സാദിഖലി തങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ കഴിഞ്ഞ 3 യോഗവും ബഹിഷ്കരിച്ചു. ഇതോടെ സമസ്ത നേതൃത്വം പ്രതിസന്ധിയിലായി. ജിഫ്രി തങ്ങളുടെ ക്ഷണപ്രകാരമാണ് ഇരു വിഭാഗവും ഇന്ന് അനുനയ ചർച്ചയ്ക്കെത്തിയത്. ലീഗ് വിരുദ്ധ അനുകൂല വിഭാഗത്തിന്റെ പരാതികൾ ജിഫ്രി തങ്ങൾ കേൾക്കുകയും ചെയ്തു. സ്വാഗത സംഘത്തിൽ തങ്ങൾക്ക് വേണ്ടത്ര അംഗബലമില്ല, പുറത്താക്കിയ മുസ്തഫൽ ഫൈസിയെ തിരിച്ചെടുക്കണം, സുപ്രഭാതം പത്രത്തിൽ വേണ്ടത്ര പ്രാതിനിധ്യം നൽകണം എന്നിവയാണ് ലീഗ് അനുകൂല വിഭാഗം നേതൃത്വത്തോട് ആവശ്യപ്പെട്ടത്. സുന്നി മഹല്ല് ഫെഡറേഷൻ തിരഞ്ഞെടുപ്പ് സമസ്തയുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായാണ് നടന്നതെന്നാണ് ലീഗ് വിരുദ്ധ വിഭാഗത്തിന്റെ പരാതി. അനുനയ ചർച്ചകളുടെ തുടർച്ചയാണ് നടന്നതെന്ന് ജിഫ്രി തങ്ങൾ പറഞ്ഞു. തീരുമാനം നേരത്തെയുള്ള സമവായ ചർച്ചകളുടെ ഭാഗമായിട്ടാണ്. പ്രശ്നങ്ങളെല്ലാം നിരവധി തവണ കേട്ട ജിഫ്രി തങ്ങൾക്ക് പരിഹാര ഫോർമുല കാണാനാവണം. നേരത്തെ PK കുഞ്ഞാലിക്കുട്ടിയും സാദിഖലി തങ്ങളും ജിഫ്രി തങ്ങളും ഒരുമിച്ചിരുന്നിട്ടും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായിട്ടില്ല. SMF-ൽ ലീഗ് വിരുദ്ധ വിഭാഗത്തിനും 100ാം വാർഷികം സ്വാഗത സംഘത്തിൽ ലീഗ് അനുകൂല വിഭാഗത്തിനും മതിയായ പ്രാതിനിധ്യം നൽകിയാൽ പ്രശ്നങ്ങൾക്ക് താൽക്കാലിക പരിഹാരമാവും. ഇരു വിഭാഗത്തെയും അനുനയിപ്പിക്കാൻ ജിഫ്രി തങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ 100ാം വാർഷിക സമ്മേളനത്തെ പ്രതികൂലമായി ബാധിക്കും. സമ്മേളനത്തിന്റെ ഫണ്ട് പിരിവ് പോലും പ്രതിസന്ധിയിലാവും. തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപ് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായില്ലെങ്കിൽ മുസ്ലിം ലീഗിനും കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ല. ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.